അപ്പോൾ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാഗി നൂഡിൽസ് ആണ്. കുറച്ചധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ, അതുകൊണ്ടാണ് വലിയ പാക്കറ്റ് എടുത്തത്. അപ്പോൾ അതിനകത്ത് വേണ്ടി നമുക്ക് സവോള, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ. നമ്മൾ ഒരുപാട് മസാല ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ആദ്യം തന്നെ പാത്രം വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് നൂഡിൽസ് ഇടാം കേട്ടോ. നടുക്ക് ഒന്നൊട്ടിച്ച് അങ്ങനെ ഒന്നൊട്ടിച്ചിടാം കേട്ടോ. ഓരോന്നായിട്ട് മാത്രം ഒട്ടിച്ചാട്ടോ, ഫുള്ളായിട്ട് ഒടിക്കണ്ട. ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കണം മാത്രം. ജസ്റ്റ് ഒന്നും കൂടെ പൊട്ടിച്ച് വയ്ക്കുക. നമ്മൾ ഇപ്പോൾ കുറച്ച് വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് വെള്ളം കുറയ്ക്കാനുള്ളതാണ്. നമ്മൾ എല്ലാം പൊടിച്ചിട്ട് നനയ്ക്ക് കൊടുത്ത് പയ്യെ എല്ലാം നല്ല രീതിയിൽ വേവിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിനകത്തേക്കാട്ടോ മസാല ഇറക്കണേ. നമുക്ക് പിന്നെ ചീൻചട്ടി വയ്ക്കാം. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, കാരണം വെളിച്ചെണ്ണ ഒരുപാടില്ലോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് ഒന്ന് ആയി വരട്ടെ. നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഇടണം. ആദ്യം നമുക്ക് സവോള ഇടാം കേട്ടോ, കാരണം സവോളയാണ് ആദ്യം ഒന്ന് ആയി വരണ്ടേ. അതുകൊണ്ട് നമുക്ക് ആദ്യം സവോള മാത്രം ഇട്ടിട്ട് നമുക്ക് പയ്യെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നൂഡിൽസ് നോക്കണോട്ടിൻ്റെ സമയത്ത് തന്നെ, കാരണം നൂഡിൽസ് അടി പിടിക്കാതെ നോക്കണം. അത്യാവശ്യം വെള്ളം വെച്ചുകൊണ്ട് അടി പിടിക്കില്ല, എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് പയ്യുന്ന ഇതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ക്യാരറ്റ് ഇട്ടോ. ക്യാരറ്റ് ഇട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്യാരറ്റ് കുറച്ചൊന്ന് സോഫ്റ്റ് ആവണ്ടേ. അപ്പം ക്യാരറ്റ് ഇട്ട് നമുക്ക് തക്കാളി, പച്ചമുളക് പിന്നീട് കേട്ടോ. നമുക്കിനി വേണ്ടത് ക്യാരറ്റ് നായി ഒന്നും കണ്ടോ, നമുക്ക് ബാക്കി വെച്ച തക്കാളി, പച്ചമുളക് എടുത്തിടാം. നമ്മുടെ വെജിറ്റബിളെല്ലാം ആയി വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങയൊക്കെ ചേർക്കാൻ വന്നിട്ട് നമുക്ക് ഇല്ലേ വെള്ളം കുറച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ആക്കിയെടുക്കാം കേട്ടോ. വെള്ളം അല്ലേ നല്ലപോലെ കുറച്ചിട്ടുണ്ട് അല്ലേ. ഇതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കേട്ടോ മസാലയായിട്ട് നമുക്ക് ഇത്തിരി കൂട്ടിയിടാം. നമ്മുടെ ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് ഇടാം കേട്ടോ. തേങ്ങയോടെ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്, അതുപോലെ മസാലപ്പൊടിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഊക്കോ നമുക്ക് ഈ മസാല ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമുക്ക് ചട്ടി കഴുകാൻ വെക്കരുത്, മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് തക്കാളിയുടെ സോസ് ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓൾറെഡി തക്കാളി ചേർത്തുകൊണ്ട് തക്കാളി സോസ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നൂഡിൽസ് റെഡി. ചൂട് ആറണം വരെ വെയിറ്റ് ചെയ്യാം. ചട്ടിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് കേട്ടോ. മുട്ട കൊണ്ട് ചേർത്തിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസ് റെഡി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ ബൈ.